ഈ ഒരു മുളക് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, നല്ല എരിവാണെന്ന്. ഇത് അധികം എരിവില്ലാത്ത മുളക് വണ്ടിയിൽ പോയപ്പോൾ വാങ്ങിയാണ്. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് കിട്ടുമ്പോഴേ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റംസാണ് ഈ ഒരു മുളക് കൂട്ടാൻ. ഞങ്ങൾ മുളകൂട്ടാൻ എന്നാട്ടോ പറയുക. അപ്പം മുളക് ഇതുപോലെ ഇങ്ങനെ നെടുകെ കീറിയെടുക്കുക. അതിലോട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പുളി കുറച്ചധികം ചേർക്കുക. നന്നായിട്ട് പിഴിഞ്ഞിതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുറുകി വരണം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവ പൊടിച്ചില്ലേ, അപ്പോൾ അതും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വറുത്ത് പൊടിച്ച് കുപ്പിയിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ഉപയോഗിക്കുക. ഇച്ചിരി മാത്രമേ ഇതിലോട്ട് ആവശ്യമുള്ളൂ കേട്ടോ. തിളച്ച വെള്ളം കൂടി വെച്ച് നന്നായിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. അതിലോട്ടേ കുറച്ച് കടുക് വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് വെച്ച് കൊടുത്താൽ സംഭവം സെറ്റായിട്ടോ. ഇത് നമുക്കൊരു 2 ദിവസം വരെ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ചൂടാറുമ്പോഴാട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണം. കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ഓക്കെ, ബൈ.